ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. നെതർലൻഡ്സിലെ ഹേഗിൽ തന്ത്രപ്രധാന മേഖലയിലെ വിദഗ്ധരുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തി. നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് 6 ദിവസങ്ങളിലായി ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. പാക് പിന്തുണയുള്ള ഭീകരവാദ സംവിധാനങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിച്ചതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭീകരവാദം സംബന്ധിച്ച രാജ്യത്തിന്റെ നിലപാട് ലോകരാജ്യങ്ങളോട് വ്യക്തമാക്കുന്നതിന് വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി പാർലമെന്ററി സമിതികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയതായും അദ്ദേഹം ലേയിൽ ഒരു പരിപാടിക്കിടെ വ്യക്തമാക്കി. ഇന്ത്യ പാകിസ്ഥാൻ വിദേശ നയവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും തുടർന്നുണ്ടായ വെടിനിർത്തൽ സംബന്ധിച്ചും കോൺഗ്രസ് എം പി ശശി തരൂർ അധ്യക്ഷനായ സമിതിയെ ധരിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലെ നിർണായക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സൈനികരെ അഭിനന്ദിച്ചു. വ്യോമസേനയുമായും അതിർത്തി സുരക്ഷാ സേനയുമായും ഏകോപിപ്പിച്ച് നടത്തിയ നീക്കങ്ങൾ കരസേനാ മേധാവി അവലോകനം ചെയ്തു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് 3 പേരെ പിടികൂടി. ഹരിയാനയിലെ നുഹ് ജില്ലയിൽ നിന്ന് മുഹമ്മദ് താരിഫ് എന്നയാളെയാണ് പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാന സൈനിക വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ച 2 പേരെ പഞ്ചാബ് പോലീസും പിടികൂടിയിരുന്നു. അതിനിടെ ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പാക് ചാരനെ ഇന്ന് ലക്നൌവിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണ് ഇത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 23 വരെ അറിയിക്കാവുന്നതാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി അവസരങ്ങളാണ് രാജ്യത്തുള്ളതെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. ബീഹാറിലെ പട്നയിൽ ദ്വിദിന അന്താരാഷ്ട്ര ബയർ സെല്ലർ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മേഖലയിൽ കൃത്യമായ പരിശ്രമത്തിലൂടെ മികച്ച സംരംഭകരാകാൻ യുവാക്കൾക്ക് സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. യാത്രക്കാരുടെ എണ്ണത്തിലെ വർധന ഉൾക്കൊള്ളാൻ കഴിയും വിധം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും സജ്ജമാകേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി വിമാനത്താവളത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് അതിജീവിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിൽ 400 വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന സിയാലിന്റെ പ്രയത്നത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച അപേക്ഷ സുപ്രീംകോടതി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. മരം മുറിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ക്ഷീരകർഷകർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കാസർഗോഡ്, ഇടിയലക്കോട്, നീലേശ്വരം ബ്ലോക്ക് ക്ഷീരകർഷക സംഗമവും ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചർമ്മരോഗം മൂലമോ കഠിനമായ ചൂട് മൂലമോ മരണപ്പെടുന്ന പശുക്കൾക്ക് 37,500 രൂപ വീതവും ചെറിയ പശുക്കൾക്ക് 20,000 രൂപ വീതവും ജനന സമയം തന്നെ മരിക്കുന്ന പശുക്കൾക്ക് 10,000 രൂപ വീതവും ഇൻഷുറൻസ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മുതൽ പാലക്കാട് വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്ന ദളിത് യുവതിയുടെ പരാതിയിൽ പേരൂർക്കട എസ്ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു. നെടുമങ്ങാട് പനവൂർ സ്വദേശിനി ബിന്ദുവാണ് പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയതായും വകുപ്പ് തല അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി OR കേളു പറഞ്ഞു. പരാതി തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കോഴിക്കോട് തൃശൂർ ദേശീയപാത 66-ലെ 6-വരി പാത ഇടിഞ്ഞു വീണു. മലപ്പുറം കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലാണ് അപകടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.